chapter, Physical World. Actually, this is an introductory chapter. In this chapter, we will discuss about what is physics and how it is originated from, and what are the different branches of physics, how it is related to the society, and fundamental forces in nature, and what are the fundamental forces in nature. These are the main topics we will discuss in this chapter. And let us begin with a question. What is science? എന്താണ് science? Already we know that science and technology are playing an important role in our day-to-day life. നമുക്കറിയാം നമ്മുടെ day-to-day ലൈഫിൽ സയൻസിനും ടെക്നോളജിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ആക്ച്വലി അബൌട്ട് 500 years ago, ഒരു 500 വർഷത്തിന് മുമ്പ്, there was no branch of knowledge called science. സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചേ ഉണ്ടായിരുന്നിട്ടില്ല. എവ്രിതിങ് വാസ് സ്റ്റഡീഡ് അണ്ടർ എ സിംഗിൾ ടൈറ്റിൽ കോൾഡ് നാച്ചുറൽ ഫിലോസഫി. എല്ലാ ഫിനോമിനൻസും അല്ലെങ്കിൽ എല്ലാ ഫിനോമിനാസും നമ്മൾ സ്റ്റഡി ചെയ്തിരുന്നത് ഒരു സിംഗിൾ ബ്രാഞ്ചിലാണ്. അതായത് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു സിംഗിൾ ബ്രാഞ്ചിൻ്റെ കീഴിലാണ് എല്ലാ ഫിനോമിനാസും നമുക്ക് സറൗണ്ടിങ്സിൽ ചുറ്റും കാണുന്ന എല്ലാ ഫിനോമിനാസും സ്റ്റഡി ചെയ്തിരുന്നത് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് കീഴിലായിരുന്നു. അപ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പ് സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചേ ഉണ്ടായിരുന്നിട്ടില്ല. ഇനി വാട്ട് ഈസ് സയൻസ്? Already we know that the word science, which is originated from a Latin word called scientia. Scientia എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സയൻസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു നോ അല്ലെങ്കിൽ നോളജ്. സയൻഷ്യ എന്ന് പറയുന്ന ആ ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു നോ അല്ലെങ്കിൽ നോളജ്. ആൻഡ് ദർ ഈസ് എ സിമിലർ വേർഡ് ഇൻ സാൻസ്ക്രിറ്റിന്, അതായത് സയൻസിൻ്റെ മീനിങ് നോളജ് അല്ലെങ്കിൽ ടു നോ, അതിൻ്റെ സിമിലർ വേർഡ് സാൻസ്ക്രിറ്റിലുള്ള സിമിലർ വേർഡാണ് വിജ്ഞാൻ. ആൻഡ് ദ അറബിക് വേർഡ് ഇലം, ILM, അറബിക് വേർഡ് ഇലം. അതായത് സയൻസിൽ നമ്മൾ പറഞ്ഞു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സയൻസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്ന്. അതുപോലെ സിമിലർ മീനിങ്ങിലുള്ള സാൻസ്ക്രിറ്റിലെ വേർഡാണ് വിജ്ഞാൻ. അതുപോലെ സിമിലർ മീനിങ്ങുള്ള അറബിക് വേർഡാണ് ഇലം, ILM. ആൻഡ് ബോത്ത് ദ ടു വേർഡ്സ് കൺവേയിങ് ദ സിമിലർ മീനിങ് നോളജ്. ഈ രണ്ട് വേർഡ്സിൻ്റെ മീനിങ് വരുന്നത് നോളജ് എന്നാണ്. അതായത് വിജ്ഞാൻ എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൻ്റെയും അതുപോലെ അറബിക് വേർഡ് ഇലം എന്ന് പറയുന്ന അറബിക് വേർഡിൻ്റെയും മീനിങ് എന്ന് പറയുന്നത് നോളജ് എന്ന് തന്നെയാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സയൻസ്? സയൻസിനെ നമുക്ക് എങ്ങനെ, ഹൗ വിൽ യു ഡിഫൈൻ സയൻസ്? Science is the knowledge gained from using observations and experiment to describe and explain the world around us. Science is the knowledge gained from using observations and experiment എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ, ഒരു സയൻസ് സ്റ്റുഡൻസിന് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. നമ്മുടെ സറൗണ്ടിങ്സിന് ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, ഒരു കഴിവാണ് നമുക്ക് ഒരു സയൻസ് സ്റ്റുഡൻസിന് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ചുറ്റുമുള്ള ഒബ്സർവേഷൻസും അതുപോലെ പല എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിൽ നിന്ന് നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജും, അതെന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, സം ഫിനോമിനാസ്, ചില ഫിനോമിനൻസ്, അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന ചില ഫിനോമിനൻസിനെ നമ്മൾക്ക് എങ്ങനെയാണ് അത് നടക്കുന്നത്, അതെങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, അതിൻ്റെ മീനിങ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്തും അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് വഴിയൊക്കെ ആയിരിക്കും കണ്ടെത്തുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ ദ വേൾഡ് അറൗണ്ട് അസ്. അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചുറ്റുമുള്ള വേൾഡ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള വേൾഡിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സറൗണ്ടിങ്സിൽ നടക്കുന്ന ഫിനോമിനൻസിനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്ത് വഴി? യൂസിങ് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. മനസ്സിലായോ? അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒബ്സർവേഷൻസ് ആണ്. ഫസ്റ്റ് ക്വാളിറ്റി ഒരു സയൻസ് സ്റ്റുഡൻസിന് വേണ്ട ഒരു ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻസിലൂടെയും എക്സ്പെരിമെൻറ്റ്സിലൂടെയും നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജിൽ കൂടെ നമുക്ക് ചുറ്റുമുള്ള വേൾഡിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓരോ ഫിനോമിനാൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. Therefore, science is the knowledge gained from using observations and experiment to describe and explain the world around us. Okay,
ദെൻ നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞു 500 years ago സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചേ ഉണ്ടായിരുന്നില്ല, നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ബ്രാഞ്ചിന് കീഴെയാണ് നമ്മൾ എല്ലാം നമ്മുടെ വേൾഡിൽ നടക്കുന്ന സകല ഫിനോമിനൻസൊക്കെ എക്സ്പെരിമെൻറ്റും അല്ലെങ്കിൽ ഒബ്സർവേഷൻസൊക്കെ വഴി അതിൻ്റെ കൺക്ലൂഷൻസ്, അതിൻ്റെ തിയറിറ്റിക്കൽ നോളജൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഹ്യൂമൻസ് ഹാവ് ഓൾവേസ് ക്യൂരിയസ് അബൌട്ട് നേച്ചർ ആൻഡ് വേൾഡ് അറൗണ്ട് ദം. ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ചുറ്റും നടക്കുന്ന, വേൾഡിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നേച്ചറിൽ നടക്കുന്ന ഫിനോമിനൻസിനൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉള്ളതാണ്. സം ഫിനോമിനൻസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഒക്യുറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാര്യമല്ല പറയണേ, 500 വർഷം മുമ്പത്തുള്ള കാര്യമാണ് പറയുന്നത്. സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഫോം ചെയ്യുന്നതിന് മുമ്പ് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന, അതിപ്പോൾ ഹ്യൂമൻസ് നമുക്കായാലും അങ്ങനെ തന്നെയാണല്ലേ. ഒരു പുതിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു പുതിയൊരു നമുക്ക് മുമ്പിൽ ഒരു പുതിയൊരു കാര്യം കാണുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സം ഡിവൈസസ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നൊക്കെ അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി കാണും. അതുപോലെ തന്നെ അന്നത്തെ മനുഷ്യർക്കും എന്തുണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സം ഫിനോമിനാസ് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. പീരിയോഡിക് ഒക്യുറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് പീരിയോഡിക്കലി ഒക്യുർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഡേ കഴിഞ്ഞ നൈറ്റ് കഴിഞ്ഞ ഡേ എന്ന് പറഞ്ഞിട്ട് പീരിയോഡിക്കായിട്ട് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ റീസൺ എന്താണ്? അതുപോലെ അനദർ ഒരു എക്സാമ്പിളാണ് സൈക്കിൾ ഓഫ് സീസൺസ്. 4 സീസൺസ് നമുക്കറിയാം, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ എന്ന് പറയുന്ന 4 സീസൺസ് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒക്യുർ ചെയ്യുന്നത്? സിമിലർ റെയിൻബോ, 7 കളേഴ്സ് ഉള്ള റെയിൻബോ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള തിയറി എന്താണ് എന്നൊക്കെ അറിയാനായിട്ട്. അതേമാതിരി ടൈഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സിമിലർലി അനദർ ഫിനോമിനയാണ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് നമുക്കറിയാം, ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. സിമിലർലി ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എങ്ങനെയാണ് ട്വിങ്ക്ൽ ചെയ്യുന്നത്. ദെൻ അനദർ ഫിനോമിന വോൾക്കാനോ ഇറപ്ഷൻ. വോൾക്കാനോസ് എങ്ങനെ ഇറപ്റ്റ് ചെയ്യുന്നത്, അതായത് അഗ്നിപർവ്വതങ്ങൾ. വോൾക്കാനോസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതങ്ങൾ എങ്ങനെയാണ് ഇറപ്റ്റ് ചെയ്യുന്നത്. സിമിലർലി എക്ലിപ്സ് നമുക്ക് ഓൾറെഡി അറിയാം, സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുന്നതാണ്, നമുക്കറിയുന്ന ഒരു ഫിനോമിനയാണ്. എക്ലിപ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഫിനോമിനാസ് ഇതുപോലെയുള്ള ഫിനോമിനാസ് എങ്ങനെയാണ് ഒക്യുർ ചെയ്യുന്നത്. ദീസ് ആർ ദ സബ്ജക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദം. അതായത് ദീസ് ആർ ദ സബ്ജക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഹ്യൂമൻസ്. The attempt of human to study about these natural phenomena form the basis of science. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഫോം ചെയ്തത് ഇത്തരത്തിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ ഫിനോമിനാസൊക്കെ എന്തുകൊണ്ടാണ്, ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്, എങ്ങനെയാണ് അത് ഒക്യുർ ചെയ്യുന്നത് എന്നതിനുള്ള അതിൻ്റെ പിന്നിലുള്ള റീസൺസ് കണ്ടുപിടിക്കാനുള്ള ഹ്യൂമൻസിൻ്റെ ഒരു അറ്റംപ്റ്റാണ്, മനുഷ്യരുടെ ഒരു അറ്റംപ്റ്റ് ആണ് എന്തിനെ ഫോം ചെയ്തത്, സയൻസ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഫോം ചെയ്തപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി ഒരു ഫിനോമിനൻ ഒക്യുർ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഫിനോമിനൻ കണ്ടിട്ട് അതിന് പിന്നിലുള്ള റീസൺ കണ്ടുപിടിച്ചത് അപ്പോൾ തന്നെ ശരിയാണെന്ന്, കറക്റ്റാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് കറക്റ്റാണെന്ന് നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റില്ല. അത് എക്സ്പെരിമെൻ്റലി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ്പെരിമെൻ്റലി ഒരുപാട് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യമല്ലേ നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുക, 2-3 പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വീണ്ടും എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം. അതിൽ നിന്നൊക്കെയാണ് നമ്മളൊരു തിയറി അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഫിനോമിനൻ ഇന്നതാണ് അതിൻ്റെ റീസൺ എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്, ഒരു ഫിനോമിനൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവിങ് ദാറ്റ് സയൻറ്റിഫിക് പ്രോസസ്സ്. ഒരു സയൻറ്റിഫിക് പ്രോസസ്സ്, ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഒരു ഫിനോമിനൻ നടക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒക്കറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, പീരിയോഡിക് ഒക്കറൻസ് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഡേ ആൻഡ് നൈറ്റ് ആവർത്തിച്ച് ഡേയും നൈറ്റും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ഡേ ആൻഡ് നൈറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ്? അതൊരു സയൻറ്റിഫിക് പ്രോസസ്സാണ് അത് കണ്ടുപിടിക്കുന്നത്. ആ സയൻറ്റിഫിക് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയൻറ്റിഫിക് പ്രോസസ്സ്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിനനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നു.
ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞാൽ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ നടത്തിയെന്ന് നമ്മൾക്ക് ചില കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഒബ്സർവേഷനെ ബേസ് ചെയ്ത് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി എന്ത് ചെയ്യും, അത് വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിയാണോ എന്നത് നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടെത്തും. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് ലോജിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസൺസ് ബേസ്ഡ് ഓൺ ദാറ്റ് എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ്. ആ എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇന്ന തിയറി അത് കറക്റ്റാണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമ്മൾ ലോജിക്കലി റീസണിങ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ്. നമ്മൾക്ക് കിട്ടിയ ആൻസർ നമ്മൾ വാലിഡേറ്റ് ചെയ്യുകയാണ്. വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ, അങ്ങനെയാണെങ്കിൽ ഇന്ന തിയറി അല്ലെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിരിക്കുന്നു. അപ്പം നമ്മൾ തിയറിറ്റിക്കലി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണെന്ന് പറഞ്ഞു. ഇനി മാത്തമാറ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യണം. അതായത് ഫിസിക്സിൽ ഇപ്പോൾ ഒരാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഫിനോമിനെ ബേസ് ചെയ്ത് ഇത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അതിനെ മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ചില എക്സ്പെരിമെൻറ്റ്സ് നടക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട്സിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യണം. മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ യൂസിങ് സം ഇക്വേഷൻസ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. അപ്പോൾ നമ്മൾ ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് അല്ലേ, തിയററ്റിക്കലി നമുക്ക് കിട്ടിയ ആൻസറും അതായത് തിയററ്റിക്കലി അതായത് നമ്മൾ തിയററ്റിക്കലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത ആൻസറും എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് കിട്ടിയ ആൻസറും മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്യും രണ്ടും കറക്റ്റാണോ എന്ന്. ആ രണ്ട് ആൻസേഴ്സും കറക്റ്റായി വന്നാൽ നമുക്ക് എന്ത് പറയാം, വെരിഫിക്കേഷൻ ഓഫ് തിയറി, ദാറ്റ് തിയറി ഈസ് കറക്റ്റ്. ആ രണ്ട് നമുക്ക് തിയററ്റിക്കലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആൻസറും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്നതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ 9.8 m/s² ആണ്. അപ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയുകയാണ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ എർത്ത് ഈസ് 9.8 m/s² എന്ന് പറഞ്ഞാൽ അത് തിയററ്റിക്കൽ നോളജ് മാത്രമാണ്. പക്ഷേ അത് പ്രാക്ടിക്കലി നമ്മൾ പ്രൂവ് ചെയ്താലേ അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. അതിനുശേഷം ആ നമുക്ക് എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് കണ്ടുപിടിച്ച് വാല്യൂസ് യൂസ് ചെയ്ത് നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഫൈനൽ റിസൾട്ട് കാണും. അപ്പോൾ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ടും 9.8 അല്ലെങ്കിൽ അറൗണ്ട് ദാറ്റ് 9.8 തൊട്ടടുത്ത് വരുന്ന വാല്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കലി നമ്മളത് പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ തിയറി വഴി നമുക്ക് കിട്ടിയ വാല്യൂ 9.8 ആണ്, പ്രാക്ടിക്കലി നമുക്ക് കിട്ടിയ വാല്യൂ അറൗണ്ട് 9.8 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് 9.8 m/s² എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ തിയറി വെരിഫൈ ചെയ്തു. ദെൻ ചിലപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വഴി എക്സ്പെരിമെൻറ്റ് വഴി ചെയ്ത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത ഫൈനൽ റിസൾട്ട്സ് ചിലപ്പോൾ തിയറിറ്റിക്കൽ വാല്യൂവിനോട് ഈക്വൽ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ആ തിയറി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. ഇനി എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ സയൻറ്റിഫിക് പ്രോസസ്സ്. ഒരു സയൻറ്റിഫിക് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇതാണ്. ഇതിനെപ്പറ്റി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾസ് ആണ് ബീസ് ആർ അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബീസ് ആർ അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാം ബീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ടുകൾ, മലയാളത്തിൽ പറയുമ്പോൾ വണ്ടുകൾ. ഫ്ലവേഴ്സ് പൂവിൽ വണ്ടുകൾ അട്രാക്ട് ചെയ്ത് പൂവിൽ വന്നിരിക്കുന്നു. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അപ്പോൾ ബീസ് ആർ അട്രാക്റ്റഡ് ടു ഫ്ലവേഴ്സ്. എന്തുകൊണ്ടാണ് ബീസ് ഫ്ലവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്? അതിൻ്റെ റീസണാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് സയൻറ്റിഫിക് പ്രോസസ്സ്. അത് കണ്ടുപിടിക്കുന്നതാണ് ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് എന്താണ്? അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെ ബേസ് ചെയ്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്യുകയാണ്. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗസ് ദാറ്റ് ബീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറയാണ് എന്താണ് ബീസ് അട്രാക്ട് ചെയ്യുന്നത്, ഫ്ലവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ ഫ്ലവേഴ്സിൻ്റെ കളർ കൊണ്ടാണ് ബീസ് അട്രാക്ട് ചെയ്യുന്നത് എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജഡ്ജ് ചെയ്തു. ദെൻ അനദർ ഗ്രൂപ്പ് മേ സെഡ് ദാറ്റ് ബീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ നെക്ടർ ഇൻസൈഡ് ദ ഫ്ലവേഴ്സ്. ഫ്ലവറിന് ഉള്ളിലുള്ള നെക്ടർ, അതായത് പ്ലാന്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതിനെയാണ് നെക്ടർ എന്ന് പറയുന്ന വേർഡ് നെക്ടർ എന്ന വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് പ്ലാന്റ്സ് എല്ലാം സ്വയം അതിന് വേണ്ട ഫുഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നെക്ടർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അനദർ ഗ്രൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് എന്താണ്, ബീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ നെക്ടർ ഇൻസൈഡ് ദ ഫ്ലവേഴ്സ്. ആ ഫ്ലവറിനുള്ളിൽ ആ നെക്ടറിനെയാണ് ബീസ് അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോം ചെയ്തു. ഇത്തരത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് മീൻസ്
ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്നില്ല, സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആവണമെന്നില്ല, 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം. അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് ഇറ്റ് മേ ബി കറക്റ്റ് ഓർ ഇറ്റ് മേ ബി റോങ്. സംടൈംസ് ഇറ്റ് മേ ബി കറക്റ്റ്, സംടൈംസ് ഇറ്റ് മേ ബി റോങ്. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആവാം, ചിലപ്പോൾ അത് തെറ്റാവാം. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അത് നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് 2 ഹൈപ്പോത്തസിസ് ഫോം ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് പറഞ്ഞത് എന്താ? ബീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? ബീസ് ആർ അട്രാക്റ്റഡ് ബൈ ദ നെക്ടർ ഇൻസൈഡ് ദ ഫ്ലവേഴ്സ്. അല്ലേ? അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് നടത്തുകയാണ്. ആ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എന്താണെങ്കിൽ, ഒരു ഗ്ലാസ് ചേമ്പറിനുള്ളിൽ എ ഗ്രൂപ്പ് ഓഫ് ബീസ് ആർ ലെറ്റ് ഇൻസൈഡ് എ ഗ്ലാസ് ചേമ്പർ കണ്ടെയ്നിങ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. 2 ഗ്ലാസ് ചേമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ് എക്സ്പെരിമെൻറ്റിന് വേണ്ടി. അതിൽ ഫസ്റ്റ് ഗ്ലാസ് ചേമ്പറിനുള്ളിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ടുവച്ചു. അതിലേക്ക് ആ ഗ്ലാസ് ചേമ്പറിനുള്ളിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ബീസിനെ അതിനുള്ളിലേക്ക് കടത്തിവിട്ടു. ദെൻ അനദർ ഗ്ലാസ് ചേമ്പർ എടുത്തിട്ട് അനദർ ഗ്രൂപ്പ് ഓഫ് ബീസ് ആർ ലെറ്റ് ഇൻസൈഡ് അനദർ ഗ്ലാസ് ചേമ്പർ കണ്ടെയ്നിങ് റിയൽ ഫ്ലവേഴ്സ്. അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് ചേമ്പറിനുള്ളിൽ നമ്മൾ റിയൽ ഫ്ലവേഴ്സ് കൊണ്ടുവച്ചു. അതിനുള്ളിലേക്ക് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ബീസിനെ അലൗ ചെയ്തു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ എക്സ്പെരിമെൻറ്റ്, അതാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. കൺട്രോൾഡ് ഒബ്സർവേഷൻസ്. ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്ലാസ് ചേമ്പറിനുള്ളിലും അതേമാതിരി റിയൽ ഫ്ലവേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്ലാസ് ചേമ്പറിനുള്ളിലും ഉള്ളിലുള്ള ബീസ് രണ്ടും ഫ്ലവേഴ്സിൽ വന്ന് ഫ്ലവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. രണ്ടിലും ഫ്ലവേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൺ ദ ബേസിസ് ഓഫ് ദീസ് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് എങ്ങനെ പറയാം? This experiment result, it is clear that both the hypotheses are true. 2 ഹൈപ്പോത്തസിസും കറക്റ്റ് ആണെന്ന് പറയാം. അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്ന് പറയാൻ അതിൻ്റെ കളർ കണ്ടിട്ടാണ് ബീസ് അട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ചേമ്പറിലുള്ള റിയൽ ഫ്ലവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബീസ് അട്രാക്ട് ചെയ്യുന്ന അതിൻ്റെ നെക്ടർ കണ്ടിട്ടാണ്. അപ്പോൾ 2 ഹൈപ്പോത്തസിസും ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ദീസ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ്. അങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഒരു ജസ്റ്റ് എക്സാമ്പിൾ പോലെ നാം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരാം, ഫിസിക്സ്. വാട്ട് ഈസ് ഫിസിക്സ്? എന്താണ് ഫിസിക്സ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ഫ്യൂസിസ്. ഫ്യൂസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താണ്? നേച്ചർ. ഫിസിക്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നേച്ചർ. ശരിക്കും ആ പേര് പോലെ തന്നെയാണ്. നമ്മൾ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഫിസിക്സിലെ എല്ലാ ഫിനോമിനാസും നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന ഫിനോമിനാസിനെ ബേസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുള്ള സ്റ്റഡിയാണ് ഫിസിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നടക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം അതിലെല്ലാം ഒരു ഫിസിക്സ് ഉണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ചുറ്റും നോക്കാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ബേസിക്കലി എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ വീഡിയോ സെഷൻസ് എല്ലാം കാണുന്നത് എങ്ങനെയാണ്? ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്സ് യൂസ് ചെയ്തിട്ടാണ്. അതിലും എന്തുണ്ട്? ഒരു ഫിസിക്സ് ഉണ്ട്. ഇനി നമ്മളത് കേൾക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അവിടെ എന്തുണ്ട്? ഫിസിക്സ് ഉണ്ട്. കേൾക്കുന്നു, സൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫിസിക്സാണ്. അതെങ്ങനെയാണ് ഒക്കെ അറിയുന്നത്, എങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, നമ്മുടെ ചെവിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലും ഒരു ഫിസിക്സ് ഉണ്ട്. നമ്മൾ കാണുന്നതിലും ഒരു ഫിസിക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ ഫിനോമിനാസിലും എന്തുണ്ട്? ഫിസിക്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെയാണ്, മീനിങ് പോലെ തന്നെയാണ് നേച്ചർ. ഗ്രീക്ക് വേർഡ് ഫ്യൂസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് ഒറിജിനേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്? നേച്ചർ ഓർ നാച്ചുറൽ തിങ്സ്. ഇതിന് സിമിലർ ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് വേർഡാണ് ബൗദ്ധികി. ഇത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അതായത് ഈ ഗ്രീക്ക് വേർഡ് ഫ്യൂസിക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിസിക്സ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് നേച്ചറാണ്. നേച്ചർ എന്ന് പറയുന്ന സിമിലർ മീനിങ് ഉള്ള സാൻസ്ക്രിറ്റ് വേർഡാണ് ബൗദ്ധികി. That is also used to refer the study of physics world. ആ ബൗദ്ധികയുടെ മീനിങ് എന്താ? ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റഡി ഓഫ് ഫിസിക്കൽ വേൾഡ്. അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു റെഫർ ദ സ്റ്റഡി ഓഫ് ഫിസിക്കൽ വേൾഡ്. അതും ബൗദ്ധികി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വേർഡും നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന ഫിസിക്കൽ വേൾഡിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫിസിക്സ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ.
ബേസിക് ലോസ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള ലോസ് നമുക്കറിയാം. മഴയുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒക്കെ ആവർത്തിച്ച് ഡേയും നൈറ്റും ഉണ്ടാകുന്നു. അതൊക്കെ ഒരു ലോ ആണ്, നേച്ചറിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ. അതിനെ ബേസ് ചെയ്ത് ഓരോ ലോസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ബേസിക് ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദെയർ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് വാരിയസ് നാച്ചുറൽ ഫിനോമിനാസ്. നാച്ചുറലി നടക്കുന്ന നാച്ചുറൽ ഫിനോമിനാസിലേക്ക് ആ തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നടക്കുന്നത് എന്തിൽ? ഫിസിക്സ് എന്ന ബ്രാഞ്ചിൽ നമ്മൾ അവിടെ നടക്കുന്നു കുറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് മാറ്റർ, എനർജി, സ്പേസ് ആൻഡ് ടൈം. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു രീതിയിൽ അനദർ വേയിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് മാറ്റർ, എനർജി, സ്പേസ് ആൻഡ് ടൈം. സയൻസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു മാറ്റർ എന്ത് പറയാൻ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതൊരു മാറ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡസ്റ്റ്, ഇറ്റ്സ് എ മാറ്റർ. അപ്പോൾ അതേമാതിരി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതാണ് മാറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനർജി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി അല്ലേ. നമ്മൾ സറൗണ്ടിങ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എനർജി ഫോംസ് ഉണ്ട് അല്ലേ. സോളാർ എനർജി, വിൻഡ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, എക്സെട്രാസ്. വാരിയസ് ഫോംസ് ഓഫ് എനർജീസ് ആർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എനർജീസ് ഉണ്ട്. സ്പേസ് അല്ലേ, ആകാശം, അതാണ് സ്പേസിൽ. ആൻഡ് ടൈം, സ്പേസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് നമുക്ക് പറയാം. ടൈമിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് പറയാം ഫിസിക്സ്. മാറ്ററിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, എനർജിയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഫിസിക്സ് it is the science of matter, energy, space and time. Then it is the study of interactions between physical systems. It is a study of interactions between physical system. Physical system എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു റിവറിലേക്ക് നമ്മളൊരു കല്ലെടുത്തെറിയാണ്. അപ്പോൾ ആ റിവറിലേക്ക് കല്ലെടുത്തെറിഞ്ഞപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്തു. അതൊരു സിസ്റ്റമാണ്. ആ റിവർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിനുള്ള വാരിയസ് ഫിനോമിനാസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു സിസ്റ്റം, ഫിസിക്കൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് ഉണ്ട്. അത്തരത്തിലേ ഉള്ളൂ. ഒരുപാട് നമ്മളെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒക്കുറൻസസ് അല്ലെങ്കിൽ ഒരുപാട് ഫിനോമിനാസ് നടക്കുന്നുണ്ട്. ആ ഒരു ഓരോ ഫിനോമിന നടക്കുന്ന ഓരോ സിസ്റ്റത്തിലാണ്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്സ് എന്താണ്, വാരിയസ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ സ്റ്റഡി ഓഫ് ബ്രോയിൽ ഫിസിക്സ്. ആൻഡ് വാട്ട് ഈസ് ഫിസിക്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എവറി ഡേ ഫിനോമിന. നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു ആ ഫിനോമിനാസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ജനറലി സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് എയിം ടു എക്സ്പ്ലെയിൻ ദീസ് ഫിനോമിനാസ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് നേച്ചർ. നേച്ചറിൽ വരുന്ന ഫണ്ടമെൻ്റൽ ലോസിനെ ബേസ് ചെയ്ത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്. ഓൾസോ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മാറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാറ്റർ, എനർജി ആൻഡ് ദ റിലേഷൻഷിപ്പ്. മാറ്ററിൻ്റെയും എനർജിയുടെയും സ്റ്റഡിയാണ്, അതും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്? ഓരോ ഫിനോമിനാസ് നമ്മൾ പറയും, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ സറൗണ്ടിങ്സിൽ ഒരുപാട് ഫിനോമിനാസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് ഫിസിക്സിൽ ഈ എല്ലാ ഫിനോമിനാസിനെയും പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഫിസിക്സിലെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആണ്. അതുപോലെ ഫിസിക്സിൽ വരുന്ന സം ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് മെക്കാനിക്സ്. മെക്കാനിക്സിൽ മെയിനായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ഫോഴ്സ് ആൻഡ് വാരിയസ് കൈൻഡ്സ് ഓഫ് ഫോഴ്സ് ആൻഡ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ഒബ്ജക്ട്സിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെയിൻ ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു എ മൂവിങ് ഒബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസിനെ പറ്റി നമ്മൾ ഈ ബ്രാഞ്ചിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി മെക്കാനിക്സിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 ബ്രാഞ്ചാണ്, എങ്കിലും 3 ബ്രാഞ്ചസ് ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റാറ്റിക്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ഒബ്ജക്ട്സിനെ പറ്റി. അപ്പോൾ മെക്കാനിക്സിൽ നമുക്കത് മെയിനായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും 3 ആയിട്ടാണ് ജനറലി സബ് ഡിവൈഡ് ചെയ്യുക. സ്റ്റാറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്ട്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫിസിക്കൽ ടേംസ് ഒക്കെയാണ് പറയുന്നത് മെയിൻലി. രണ്ടാമത്തെ ബ്രെയിൻ ബ്രാഞ്ച് കൈനമാറ്റിക്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡൈനാമിക്സ്. അപ്പോൾ മെയിൻലി നമ്മൾ ജനറലി പറയുമ്പോൾ 3 ആയിട്ട് പറയുമെങ്കിലും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെക്കാനിക്സ് ദർ ആർ 2 മെയിൻ സബ് ബ്രാഞ്ചസ് ദാറ്റ് ഈസ് കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഈ 2 ബ്രാഞ്ചസ് മൂവിങ് ഒബ്ജക്ട്സിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്. ബോത്ത് ദ 2 ബ്രാഞ്ചസ് ആർ
ഡിസ്കസിങ് അബൌട്ട് ദ മൂവിങ് ഒബ്ജക്ട്സ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഹാപ്പൻ, എങ്ങനെയാണ് അത് നടക്കുന്നത്, എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്ന് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ രണ്ട് ബ്രാഞ്ചസിലും വരുന്നത്. അപ്പോൾ കൈനമാറ്റിക്സിൽ ഓൺലി ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ, എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതെന്ന് മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഡൈനാമിക്സിൻ്റെ കേസിൽ വരുമ്പം അതിൻ്റെ കോസും എന്തുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നതും കൂടി അത് അതായത് സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ചെയറിലിരിക്കുന്നു, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ചെയറിലിരിക്കുന്നു, അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ചെയറിൽ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ചെയറിൽ ഒരു ഫോഴ്സ് യൂസ് ചെയ്ത് മുമ്പിലേക്ക് തള്ളുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എന്താ നടക്കും, നമ്മളിരിക്കുന്ന ആ ചെയർ മുമ്പിലേക്ക് നീങ്ങും. ഇനി കൈനമാറ്റിക്സിലാണെങ്കിൽ എന്ത് മാത്രമേ സ്പെസിഫൈ ചെയ്യുള്ളൂ, നിങ്ങളിരിക്കുന്ന ആ ചെയർ മുമ്പിലേക്ക് നീങ്ങി എന്നത് മാത്രമേ സ്പെസിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ എന്തുകൊണ്ട് അത് നീങ്ങി എന്നത് കൈനമാറ്റിക്സിൽ സ്പെസിഫൈ ചെയ്യില്ല. അതേസമയം ഡൈനാമിക്സ് ആണ് ഈ ഒരു ഫിനോമിനനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയും, അതായത് നിങ്ങൾ ഇരുന്നിരുന്ന ചെയർ നീങ്ങി, എന്തുകൊണ്ടാണ് ആ ചെയർ നീങ്ങിയതും കൂടി അവിടെ സ്പെസിഫൈ ചെയ്യും. പുറകിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു, നിങ്ങളുടെ ചെയറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇരുന്നിരുന്ന ആ ചെയർ മുമ്പോട്ട് നീങ്ങിയത്. അങ്ങനെയായിരിക്കും ഡൈനാമിക്സിൽ ആ ഫിനോമിനനെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൈനമാറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓൺലി മൂവിങ് ഒബ്ജക്ട്സ്, അതായത് മൂവ്മെൻറ്റിനെ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യുള്ളൂ, അതിൻ്റെ മൂവ്മെൻറ്റിനെ മാത്രമേ ഡിസ്ക്രൈബ് ചെയ്യുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക്സ് ഇറ്റ്സ് ഓൾസോ ഡിസ്ക്രൈബിങ് വാട്ട് ആർ ദ കോസസ് ഓഫ് ദാറ്റ് മോഷൻ, എന്താണ് ആ മൂവ്മെൻറ്റിൻ്റെ കോസസ് എന്നതും കൂടി അതിൽ ഡിസ്ക്രൈബ് ചെയ്യും ഡൈനാമിക്സിൽ. Then second main branch of physics ആണ് thermodynamics, relationship of heat and mechanics, which includes through the study of energy. ഹീറ്റിനെ പറ്റി മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് തെർമോഡൈനാമിക്സ്. മെയിനായിട്ട് ഹീറ്റിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, ഹീറ്റും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ ഇൻ്റർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു മെയിൻ സ്റ്റഡി ഓഫ് ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്ന മെയിൻ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ അമ്മ എന്താ പറയുക, ചായയോ കോഫിയോ അല്ലെങ്കിൽ പാലോ, ചൂടോടുകൂടി ചായയോ കോഫിയോ അല്ലെങ്കിൽ പാലോ ഒരു ഗ്ലാസ് മിൽക്കോ മറ്റോ നിങ്ങൾക്ക് തരും. അപ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ ആ ചായയോ കോഫിയോ ഒന്നും ടീയോ കോഫിയോ ഒന്നും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിക്കും, ഇല്ലേ? അതേസമയം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ ഒരു ഗ്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ആ ഒരു ചായയോ അല്ലെങ്കിൽ കാപ്പിയായാലും പാലായാലും എന്തുണ്ടാവും, തണുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തണുക്കുന്നത്, അല്ലേ? എങ്ങനെയാണ്, കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അത് തണുത്തു, അതിൽ നിന്നുള്ള ഹീറ്റ് എന്ത് ചെയ്തു, എമൗണ്ട് ഓഫ് ഹീറ്റ് കുറഞ്ഞു, അതുകൊണ്ടാണ് അത് തണുത്തത്. അപ്പോൾ ഈ ഒരു ഫിനോമിന എന്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ഫിനോമിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, ഇൻ ദ ബ്രാഞ്ച് ഓഫ് തെർമോഡൈനാമിക്സ് ഈ ഫിനോമിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫിനോമിന, ചായ കാപ്പി, ചൂടുള്ളതായ കാപ്പി കുറച്ച് നേരം സറൗണ്ടിങ്സിൽ വെക്കുകയാണെങ്കിൽ അത് തണുക്കുന്നു. അവിടെ നടക്കുന്ന ആ ഫിനോമിന അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ പ്രോസസ്സ് നമുക്ക് എവിടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഇൻ്റർ റിലേഷനും അതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് തെർമോഡൈനാമിക്സിൽ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്, ദാറ്റ് ഇൻക്ലൂഡ്സ് കൺസെപ്റ്റ് ഓഫ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്. ലൈറ്റിൻ്റെ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഫോമിൽ എനർജി ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതൊക്കെയാണ് മെയിനായിട്ട് ഈ ബ്രാഞ്ചിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വേവ്സിൻ്റെ ഫോമിൽ. വേവ്സ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഒരു കല്ല്, ഇപ്പോൾ ഒരു റിവറിലെയോ അല്ലെങ്കിൽ ഒരു പോണ്ടിലോ വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ലിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുക, ആ കല്ല് വീഴുന്ന ആ ഒരു പ്ലേസിന് ചുറ്റും ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്യും, ഇല്ലേ? ആ ഡിസ്റ്റർബൻസിനെയാണ് എന്ത് പറയുന്നത്, വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്ങനെ, സം ഫോംസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഫോമിൽ, ലൈറ്റിൻ്റെ ഫോമിലൊക്കെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് വേവ്സ് എന്നും. ആ വേവ്സ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് ഡീൽസ് വിത്ത് ഹൗ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ നമ്മൾ ആ ഒരു കല്ലിലേക്ക് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ഒരു ഡിസ്റ്റർബൻസ്, ആ ഒരു കല്ല് പോണ്ടിലേക്ക് വീണപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഫോം ചെയ്തു. ആ ഡിസ്റ്റർബൻസ് ആണ് വേവ്സ് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ പറയുന്നത്. അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ ഈ വർഷം പഠിക്കുന്നത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അനദർ മെയിൻ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഇസ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇറ്റ് ഡീൽസ് വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബിഹേവിയർ ഓഫ് മാറ്റർ.
മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, സംതിങ് ഇറ്റ്സ് റിലേറ്റഡ് ടു ഇലക്ട്രിസിറ്റി ഓർ സംതിങ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മാഗ്നറ്റിസമായിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലൊക്കെ മാറ്ററിൻ്റെ ബിഹേവിയറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. Then another main branch of physics is optics. It deals with the study of light. ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഒപ്റ്റിക്സിൽ വരുന്നത്. മെയിൻലി 3 branches ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മെയിൻ ബ്രാഞ്ചിനെ നമ്മൾ 3 സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫിസിക്കൽ ഒപ്റ്റിക്സ്, ഫിസിയോളജിക്കൽ ഒപ്റ്റിക്സ്, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓൺ ദ പ്രൊഡക്ഷൻ, നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, നേച്ചറിലുള്ള ലൈറ്റിൻ്റെ ഡിഫറൻസ് ഓഫ് പ്രോപ്പർട്ടി, എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഒപ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓൺ ദ പാർട്ട് പ്ലേഡ് ബൈ ലൈറ്റ് ഇൻ വിഷൻ. നമ്മൾ ഫിസിയോളജിക്കലാണ്, സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് വിഷൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ലൈറ്റ് അതെങ്ങനെയാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഫിസിയോളജിക്കൽ ഒപ്റ്റിക്സിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. ഓൺ ദ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിഫറെൻറ്റ് ഫിനോമിനാസ് ഉണ്ട്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, മിറേഴ്സ്, അതൊക്കെ അതിനെ പറ്റിയുള്ള ആ ഫിനോമിനാസൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ജോമെട്രിക്കൽ ഒപ്റ്റിക്സിലാണ്. ഇത് നിങ്ങൾ +2 ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക, ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയുള്ള ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഫിനോമിനാസൊക്കെ പഠിക്കും. അപ്പോൾ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്. ഓക്കെ. Then another branch of physics, atomic and nuclear physics, study of the component structure and behavior of nucleus of the atom. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അതിനൊക്കെ പറ്റിയുള്ള സ്റ്റഡിയാണ് atomic and nuclear physics. Then quantum physics, the study of the discrete nature of phenomena at the atomic and subatomic levels. അറ്റോമിക് ലെവൽസിലും സബറ്റോമിക് ലെവലിലും നമ്മൾ മൈക്രോസ്കോപ്പിക്കലി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾസിനെയൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോളിക്കുലാർ ലെവലിലും അറ്റോമിക് ലെവലിലും അവിടെ നടക്കുന്ന ഫിനോമിനാസിനെ പറ്റി, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിനെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെയാണ് ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. It also focuses on the invisible units of energy called quanta as described by the quantum theory. അപ്പോൾ ഇതൊന്നും നമുക്ക് മോളിക്കുലാർസിനെയോ അല്ലെങ്കിൽ ആറ്റംസിനെയോ ഒന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ എനർജി ലെവലിനെ ആ ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾസും അല്ലെങ്കിൽ ആറ്റംസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എനർജീനെ നമ്മൾ ക്വാണ്ട എന്നാണ് പറയുന്നത്. ഇതൊക്കെ മെയിൻലി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി, സബറ്റോമിക് എനർജി ലെവൽസ് എന്തൊക്കെയാണ്, അറ്റോമിക് ആൻഡ് സബറ്റോമിക് എനർജി ലെവൽ, മോളിക്കുലാർ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ, ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെയാണ് മെയിൻലി നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഓരോ ബ്രാഞ്ചിൻ്റെ പേര് കേൾക്കുമ്പോൾ അതെന്തിനെ പറ്റിയാണ് അതിൻ്റെ സ്റ്റഡി. ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി അബൌട്ട് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഒപ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യത്രയേ ഉള്ളൂ, ഇറ്റ്സ് എ ബ്രാഞ്ച് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് എന്താണ് ആ ബ്രാഞ്ച് എന്ന് മാത്രം പറഞ്ഞിരിക്കുക, അല്ലാണ്ട് ഡിസ്ക്രിപ്ഷനൊന്നും പഠിക്കേണ്ട കാര്യമില്ല.